ഹായ് ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഈ സംഭവിച്ചിട്ടാണ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഉള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സംഭവം ഞണ്ടീൻ്റെ തോടുകളാണ്. ഇത് നല്ല രീതിയിൽ കഴുകി ഉണക്കി സെറ്റാക്കി വെച്ചതാണ്. ഇത് കളറൊരു പച്ച കളറായിരുന്നു, പക്ഷെ ഉണങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വന്നു. ഞാനിത് എന്താ പറയുക, ഹാൻഡ് വാഷിലൊക്കെ ഇട്ട് വെച്ച് പിന്നീടാണ് ഉണക്കാൻ വെച്ചത്. ജസ്റ്റ് മണം പോകണമല്ലോ. പിന്നെ അത് ഉണങ്ങിയപ്പോൾ ആ കളറും കിട്ടി. ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഇതുപോലെ നമ്മൾ ക്ലേ എടുത്തു, മിക്സ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് സെറ്റാക്കണം. സംഭവം വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, അത് തന്നെ ഐറ്റം. അപ്പോൾ എനിക്ക് ആ തോട് കണ്ടപ്പോൾ ശരിക്കും ഒരു പൂമ്പാറ്റയുടെ ലുക്ക് തോന്നി. അപ്പോൾ ലുക്ക് തോന്നിയ സ്ഥിതിക്ക് അതിനെ ശരിക്കും ഒരു പൂമ്പാറ്റയ്ക്ക് മാറ്റണമല്ലോ. അപ്പോൾ രണ്ടെണ്ണം എടുത്തു, ഒരേ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ചെടുത്തു, ഇങ്ങനെ നീട്ടി പരത്തി കൊടുക്കുക, ഉരുട്ടി കൊടുക്കുക. ദെൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ബോഡി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സംഭവം ഒട്ടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് തലേൻ്റെ ഭാഗം ഒന്നിങ്ങനെ ഉണ്ട് ഷേപ്പാക്കി കൊടുത്താൽ നമ്മൾ ഐറ്റം റെഡി. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഈ ക്ലേ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ക്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കാർഡ്ബോർഡ് പീസിലൊക്കെ ചെയ്താലും മതി. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ബ്രഷുകളുണ്ടല്ലോ, അതിൽ നിന്നും ചൂണ്ടിയെടുത്തതാണ്. ഇങ്ങനത്തെ കളർ ബ്രഷ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് വെട്ടിയെടുത്തു. ഈ ബ്രഷ് ഇങ്ങനെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു പഴയ ബ്രഷ് അവിടെ ഇരുന്നിരുന്നു, അതിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ കൊമ്പ് പോലെ നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മുറിച്ചത്. ഒരു ഏഷ് കളറാണത്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പൂമ്പാറ്റകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതെന്തായാലും ഉണങ്ങിയപ്പോൾ ഈ ഓറഞ്ച് കളറായത് നന്നായി. ഇനി ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല ഗൈസ്, അതിൽ തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് കളർ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കിത് വാൾ ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മണം പോകാൻ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണിത് സൂക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഉറുമ്പ് വരാതെ സൂക്ഷിക്കണം ഗൈസ്. അത് നല്ല രീതിയിൽ വൃത്തിയാക്കി വേണം ഉണക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിലുള്ള ബോഡി പാർട്സൊക്കെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞണ്ടൊക്കെ കിട്ടിയാൽ എന്തായാലും നിങ്ങൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പമാണ്. ഇനി ക്ലേ വേണമെന്നില്ല, നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസിന് വെച്ച് ചെയ്യാം. ജസ്റ്റ് രാവിലെ ഞാൻ പൂക്കളിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ഇതെന്താണ് ലുക്ക്, പൂമ്പാറ്റീനെ പോലൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഗായ്സ്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഐ ലൈക്ക്. നിങ്ങളെന്തായാലും ഉണ്ടാക്കാൻ മറക്കരുത്. ഞണ്ട് കിട്ടിയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. കണ്ടില്ല, അതിന് തന്നെ പാറ്റേൺ. നമുക്ക് പ്രത്യേകിച്ച് കളർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഞാൻ കൈമലൊക്കെ വെച്ച് ഷോ ഇറക്കുന്നതാണ്. കൈമലിരിക്കുന്ന പൂമ്പാറ്റ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.